അഡ്വക്കേറ്റ് മനോജ് കുമാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിലെല്ലാവരും അത്യാവശ്യം രാഷ്ട്രീയം പറയുന്നവരാണല്ലോ ഇവിടെ ഉള്ളത്. നിങ്ങളൊന്ന് ജനറലി പരിശോധിച്ച് നോക്കിയാൽ ഒരു 3000 വോട്ട് കിട്ടുന്ന 140 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കിട്ടുന്ന 2-3 പാർട്ടി കേരളത്തിലുള്ളൂ. അത് CPM-ഉം കോൺഗ്രസും BJP-യാണ്. ഇവിടെ കുറേ പാർട്ടിയില്ല. RSP ഈ ഭാരതത്തിന്റെ അപ്പുറത്തേക്ക് പാർട്ടിയുണ്ടോ? ഇവിടെ തന്നെ എത്ര ആളുണ്ട്? ഒരെണ്ണെടുത്ത് പരിശോധിക്കും. അപ്പുറത്ത് പോയാൽ ശിവ വലിയ പാർട്ടിയാണ്. എത്ര ആളുണ്ട്? എത്ര മണ്ഡലത്തിലുണ്ടാകും? ഇവിടെ ജയിക്കുന്ന MP എത്ര മണ്ഡലത്തിലുണ്ട്? എത്ര മണ്ഡലത്തിൽ വോട്ടുണ്ടാവും? ഇപ്പൊ മലപ്പുറത്തെ ഒരു വലിയ പ്രമാദമായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഒരു 40 മണ്ഡലം വരെ, അതിൽ 10-15 മണ്ഡലത്തിൽ നല്ല വോട്ട് കിട്ടും. ബാക്കി അവിടെ 15 മണ്ഡലത്തിൽ 10,000 വോട്ട് എടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് 40-50 സീറ്റ് കഴിഞ്ഞാൽ മറ്റുള്ള കേരളത്തിലെ മണ്ഡലങ്ങളിൽ ലീഗിന് എത്ര വോട്ട് കാണാൻ പറ്റും? 1000 വോട്ട് കിട്ടും. CPI വലിയ പാർട്ടിയാണ്, ബഡാ പാർട്ടി. 2011 ഞാൻ സ്വതന്ത്രമായി മത്സരിച്ചിരുന്നു എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ. LDF-ന്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള സ്വതന്ത്ര LDF സ്ഥാനാർത്ഥിയാണ് അഷ്റഫ് അലി അഡ്വക്കേറ്റ്. അന്ന് എനിക്കതിനെ മത്സരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചു. അന്ന് CPI കിട്ടിയ വോട്ട് എത്ര ആയിരുന്നു? 2400 വോട്ട്, 2380 വോട്ട്. പറയുമ്പോൾ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും 4-5 പഞ്ചായത്ത് മെമ്പർമാരുമുള്ള മണ്ഡലമാണ് എറണാകുളം. അപ്പോ CPIക്ക് 15 സീറ്റുകൾക്ക് അപ്പുറം 2000 വോട്ട് വാങ്ങിക്കാൻ പറ്റും? പറ്റില്ല. കൊല്ലത്ത് കുറച്ച് CPIക്കാരുണ്ട്, തൃശ്ശൂരും കുറച്ച് CPIക്കാരുണ്ട്. അതിന്റെ അപ്പുറം ഒരു രക്ഷയില്ല. അപ്പൊ അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം. അവിടെ നമ്മൾ 13 ദിവസം മാത്രമായ ഒരു സംഘടന എന്തിനാ നമ്മൾ പോയിട്ട് മത്സരിച്ച്? നമ്മൾ മത്സരിക്കരുതെന്ന് വലിയ വീട്ടിൽ പോയിട്ട് വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് കൊടുക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. ആ വിഷയം ഇവിടെ ടേക്കപ്പ് ചെയ്യുന്നത് വലിയ പ്രതികരണമാണ്. അതോടൊപ്പം തന്നെയാണ് കടകൾ. കടലാത്തിലാരുടെ കടലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കല്ല് വിളിച്ച ചായ അല്ല, കടം ബാധ്യതയില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ലോൺ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊട്ടിച്ചാൽ ഞാനൊരു ചായ വാങ്ങിച്ചതാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 99% ആളുകളും കടക്കാരാണ്. അവിടെ ഇരിക്കുന്നത് നിങ്ങളും ഞാനടക്കം ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പിന്നെ ഇത്ര വലിയ കടക്കാരായത് ആരാണ് അതിന്റെ ഉത്തരവാദി? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെന്റിന് ഒരു നിലക്കും മാറി നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ മക്കളെ മര്യാദക്ക് പഠിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈ നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ വീട് പണയം വെച്ച് നിങ്ങളെ മക്കളെ അവരുടെ പഠനവും ജോലിയായിട്ട് വിടേണ്ടി വന്നല്ലേ? രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് വിദ്യാഭ്യാസം. സർക്കാർ ഉത്തരവാദിത്തമില്ലേ? നിങ്ങളുടെ അച്ഛനെ അമ്മക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മക്കൾക്ക് രോഗം വന്നു ചികിത്സിക്കാനൊക്കെ മാർഗമില്ല. അടിയന്തര ശസ്ത്രക്രിയയാണ്, 2 ലക്ഷം രൂപയാണ്. ബന്ധുക്കളോടും അയൽക്കാരോടൊക്കെ ചോദിച്ചാൽ 19,000 കിട്ടി, പിന്നെയും വേണം 1.5. എന്താ ചെയ്യാം? ബാങ്ക് സർവീസ് ബാങ്കിന് ആധാരം ഡോക്യുമെന്റ് വേണ്ടി നമ്മൾ പണയം വെച്ചിട്ടാണ്. അത് പിന്നെ ഒരു റീപ്രൊഡക്ടിവിറ്റി അത് തിരിച്ചടക്കാൻ ഒരു ശേഷിയില്ലാതെയാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. തിരിച്ചടക്കാൻ കഴിയാത്ത ലോൺ കൊടുക്കാൻ തന്നെ പാടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ലോൺ എടുക്കുമ്പോഴേ അവർക്ക് അറിയാം എന്താ തിരിച്ചടക്കില്ല. നിങ്ങളെ കൊടുക്കുന്ന പ്രോപ്പർട്ടി അത് മുമ്പോടെ വിഴുങ്ങാനാണ് ഈ സഹകരണ ബാങ്കുകൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അമ്മയെ രക്ഷിക്കാൻ, മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങൾ നിർബന്ധിതരാവുകയാണ് ലോൺ എടുക്കാൻ. ഈ സർക്കാർ ആ ചികിത്സാ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കണം. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് മാറാൻ പറ്റും. ലോകത്ത് ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസിൽ എവിടെയും ഈ പ്രശ്നമില്ല. ഇവിടെ പലജാതി ഇൻഷുറൻസ് ഉണ്ടല്ലോ പേരിന്, അതെന്നെ പരിപൂർണമായി തട്ടിപ്പല്ല. എന്താ കിട്ടുക? പൂർണ്ണമായ എന്തെങ്കിലും ഇൻഷുറൻസ് സ്കീം ഉണ്ടോ? എല്ലാ രാജ്യങ്ങളും അതാ ചെയ്തു കൊടുക്കുന്നത്. ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടാക്കിയിട്ട് ആളുകളുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അപ്പോ ഗവൺമെന്റിന് അവിടുന്ന് മാറാൻ കഴിയില്ല.
എന്നിട്ട് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന സഹകരണ സംഘങ്ങൾ മുഴുവൻ കൊള്ള സംഘങ്ങളായി മാറി. 4%, 5%ആയിരുന്നു ഈ സഹകരണ സംഘത്തിലെ പലിശ. ഇതിന്റെ പേരെന്തെന്ന് പറയുന്നത് പരസ്പര സഹായ സഹകരണ സംഘം, കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാക്കിയിരുന്നല്ലോ. ഇത് അതാത് പ്രദേശത്തെ ആളുകൾക്ക് പരസ്പരം സഹായം നൽകാൻ ഉണ്ടാക്കിയിരുന്ന കാർഷിക മേഖലയിലെ സഹകരണ കമ്മിറ്റികളാണ് ഈ സഹകരണ സംഘങ്ങളായി മാറിയിട്ട് ആ പ്രദേശത്തിലോ 100, 500, 1000 രൂപ സംഖ്യ ഉണ്ടാക്കും. കർഷകർക്ക് സ്കീമിന് കൊടുക്കും. ആ കൃഷി വിറ്റ് കഴിയുന്ന പൈസ ഇതായിരുന്നു കർഷക സഹകരണ സംഘം. ഇന്നതെന്തായി? അതൊക്കെ മാറ്റി വലിയ ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ബാങ്കുകൾക്ക്, അദാനിക്കൊക്കെ ബാങ്കിനെ കോമ്പീറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കെട്ടിടങ്ങളും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ആകെ എയർ കണ്ടീഷൻ, ബാത്റൂമിൽ വരെ എയർ കണ്ടീഷനാണ്. അല്ലാതെ ചെയർമാനിൽ ബാത്റൂം പോകാൻ കഴിയില്ല. വലിയ വാഹനങ്ങൾ ആരുടെ ചെലവില്ല? ആരുടെ ചെലവിൽ? ഈ പച്ചപ്പാവം മനുഷ്യർ ഗതി കണ്ടിട്ട് ഈ ആശുപത്രിയിൽ പോകാനും കുട്ടികളെ പഠിപ്പിക്കാനും വീട് തകർന്നപ്പം അതിന്റെ മൂലയൊന്ന് ശരിയാക്കാനും എടുത്ത ലോണിന്റെ പേരിൽ ആ മനുഷ്യന്റെ ചോര പച്ചയായി സിറിഞ്ച് വെച്ച് ഊരിയാണ്. എല്ലാവരും കിടക്കാനാണ്, ഒരാളൊഴിവില്ല, മുഴുവൻ ചെത്തിയാണ്. ചെത്തി ചെയ്യാൻ വേണ്ടി തന്നെ ഒരു എന്താ പറയുക കോർപ്പറേറ്റ് ടീമുകൾ ഉണ്ടാക്കിയ ജാതി വിഭാഗത്തിൽ ചെറിയ ലോക്കൽ സംഘടനകളുണ്ട്. 1, 2, 3 സീറ്റ് കൊടുത്താലെന്താ പറയും? 90 സീറ്റിലും ഞാൻ ജയിക്കും, BJP പരാജയപ്പെടും. അതുപോലെ ഭയങ്കര മസൂടുക. അത് തോറ്റ ഞാൻ അടുത്ത ജീവിതത്തിൽ നിൽക്കുകയും ചെയ്യും. ഒരു കാലത്ത് പഠിക്കില്ല, ഒരു കാലത്തും അനുഭവങ്ങളിൽ പഠിക്കില്ല എന്ന് വെച്ചാൽ അപ്പൊ അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. പിന്നെ നമ്മൾ ഉയർത്തിയ വിഷയത്തിന് പുറമെ നമ്മളിപ്പോൾ നമ്മുടെ നവംബർ 6 പാർട്ടി നയരേഖ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും. ആ നയരേഖയിൽ പറയുന്ന കുറച്ച് വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ മലയോര മേഖലയിലെ വന്യമൃഗശല്യം. അതിപ്പോ മലയോര മേഖല ഇഷ്ടംപോലുള്ള സ്ഥലം കൂടിയാണല്ലോ. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് 64 മണ്ഡലങ്ങളിൽ ഈ വിഷയമുണ്ട്. അതായത് രാത്രി 7 മണി കഴിഞ്ഞാൽ വീട്ടിലെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ഈ പറയുന്ന മലയോര മേഖലയിലുണ്ട്. നിലമ്പൂരിലടക്കം. നിലമ്പൂരിലൊക്കെ സെക്കൻഡ് ഷോ നിർത്തിയിട്ട് തിയേറ്ററുകൾ കൂട്ടിയിട്ടൊക്കെ കാലങ്ങളായി. കാരണം എന്താ? 8 മണി കഴിഞ്ഞാൽ ബൈക്കിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല.